നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറവാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു ഗ്രൂപ്പിന് മുന്നിൽ സംസാരിക്കുമ്പോൾ പേടി തോന്നുക, ഒരു മീറ്റിംഗിൽ സംസാരിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ മിണ്ടാതിരിക്കുക, അതുപോലെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ നിങ്ങൾ സംസാരിക്കാതിരിക്കുക, എനിക്കതിന് കഴിയുമെന്ന് വിചാരിക്കുക, അതേപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെക്കാൾ കഴിവുള്ളവരാണെന്ന് നിങ്ങൾ ചിന്തിക്കുക. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് കോൺഫിഡൻസിന്റെ കുറവല്ല ഉള്ളത്. നിങ്ങളെക്കുറിച്ച് നിങ്ങൾ വർഷങ്ങളായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു തെറ്റായ കാര്യമാണ് നിങ്ങളുടെ കോൺഫിഡൻസിനെ തടയുന്നത്. ഞാൻ ഫരീദ സലാം. ഒരു സൈക്കോളജിസ്റ്റ് എന്ന നിലയിലും ഒരു ട്രെയിനർ എന്ന നിലയിലും ഞാൻ ഒരുപാട് ആളുകളെ കണ്ടിട്ടുണ്ട്. അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധാരണ ആളുകളിൽ കാണുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണിത്. ഇത് ഞാനും അത് അനുഭവിച്ചിട്ടുള്ള ഒരു സംഭവമാണ്. ആദ്യം നമുക്ക് കോൺഫിഡൻസിനെ കുറിച്ച് തന്നെ ഒന്ന് ചിന്തിക്കാം. എന്താണ് കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ നാം മനസ്സിലാക്കിയിരിക്കുന്നത്? യഥാർത്ഥത്തില് പേടിയില്ലാതെ സംസാരിക്കുന്ന ആൾ, സ്റ്റേജില് പേടിയില്ലാതെ നിൽക്കുന്ന ആൾ, ആളുകളോട് നന്നായിട്ട് സംസാരിക്കാൻ കഴിയുന്ന ആൾ, ആളുകളോട് നന്നായി നല്ല കോൺഫിഡൻറ്റോടുകൂടി സംസാരിക്കുന്ന ആൾ. ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിൽ കോൺഫിഡൻസ് എന്ന് പറയുമ്പോൾ. യഥാർത്ഥത്തില് പേടിയില്ലാതെ സംസാരിക്കുക എന്നുള്ളതല്ല. പേടിയുണ്ടായിട്ടും എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നൊരു വിശ്വാസത്തോടു കൂടി എന്ന് സ്വയം വിശ്വസിച്ച് സംസാരിക്കുന്നതാണ് യഥാർത്ഥത്തില് കോൺഫിഡൻസ് എന്ന് പറയുന്നത്. ഒരു പബ്ലിക് സ്പീക്കറിന് സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് ഒരു നെർവസ്നെസ് ഉണ്ടാവാം. ഒരു എക്സ്പീരിയൻസ്ഡ് ട്രെയിനർക്കും ഒരു ടെൻഷൻ ഉണ്ടാവാം. ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്കും ഒരു സെൽഫ് ഡൗട്ട് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയുണ്ട്, എനിക്ക് കോൺഫിഡൻസ് ഇല്ല എന്നൊന്നും നമ്മൾ ചിന്തിക്കുന്നത് ശരിയല്ല. പുറത്തുള്ള ഒരാള് പറഞ്ഞതുകൊണ്ട് നമ്മളത് ഉള്ളിലേക്ക് എടുക്കുന്നു. പിന്നീട് നമ്മൾ വിചാരിക്കുന്നു നമുക്ക് സംസാരിക്കാൻ കഴിയില്ല. നമ്മളൊരു നല്ലൊരു സ്പീക്കർ അല്ല. നമുക്ക് കോൺഫിഡൻസ് ഇല്ല. അതുപോലെ തന്നെ പുറത്തുള്ള ഒരാളുടെ വോയിസ് നമ്മൾ ഉള്ളിലെ നമ്മുടെ വോയിസ് ആയിട്ട് മാറും. ഒരു ഉദാഹരണം പറയാം. 2 കുട്ടികള് സ്റ്റേജില് സംസാരിക്കാൻ പോവാണ്. സ്പീച്ചിന് കേറി. അതിലൊരു കുട്ടി നന്നായിട്ട് സ്പീച്ച് പഠിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുട്ടി മനസ്സിൽ വിചാരിക്കുന്നു, തെറ്റിപ്പോയാൽ എന്ത് ചെയ്യും? ആളുകൾ കളിയാക്കില്ലേ? അതുപോലെ തന്നെ അവരെങ്ങനെയായിരിക്കും എന്നെ ജഡ്ജ് ചെയ്യാ? ഞാൻ നെർവസ് ആണല്ലോ. എനിക്ക് പേടിയാവുന്നല്ലോ. മറ്റേ കുട്ടി അതേ സിറ്റുവേഷനിൽ ചിന്തിക്കുന്നത്, ഞാൻ നെർവസ് ആണ്. എങ്കിലും ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റും. തെറ്റ് വന്നാൽ തിരുത്താം. എനിക്ക് പെർഫെക്റ്റ് ആവേണ്ടതില്ല. എനിക്ക് സംസാരിക്കാൻ കഴിഞ്ഞാൽ മതി. ഞാൻ സംസാരിക്കും. അപ്പോൾ നമുക്ക് ആരാണ് ഇവിടെ ഏറ്റവും കോൺഫിഡൻസ് ആയിട്ട് തോന്നുന്നത്? ആ 2ാമത്തെ കുട്ടിയല്ലേ? യഥാർത്ഥത്തിൽ അവന് പേടിയില്ലാത്തത് കൊണ്ടല്ല. പേടി ഉണ്ടായിട്ടും അവൻ സംസാരിക്കാൻ ശ്രമിക്കുന്നതാണ്. നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് നമുക്ക് കോൺഫിഡൻസ് വരട്ടെ എന്നിട്ട് സംസാരിക്കുക. ആദ്യം തുടങ്ങണം. അപ്പൊ ചെറിയ ചെറിയ വിജയങ്ങൾ വരും. ആ വിജയങ്ങളിൽ നിന്നാണ് നമുക്ക് ശരിക്കും കോൺഫിഡൻസ് ഉണ്ടാവുന്നത്. ഇനി മറ്റൊരു വലിയൊരു പ്രശ്നം എന്താന്ന് വെച്ചാൽ കമ്പാരിസൺ ആണ്. നമ്മുടെ ബിഹൈൻഡ് ദ സീൻ ജീവിതത്തെ മറ്റുള്ളവരുടെ ഹൈലൈറ്റ് റീലുമായിട്ട് നമ്മൾ കമ്പാരിസൺ നടത്തുന്നു എന്നുള്ളതാണ്. അവൾ എത്ര നന്നായിട്ട് സംസാരിക്കുന്നു, അവൻ എത്ര നല്ല മാർക്ക് ഉണ്ട്, അവൻ എത്ര നല്ല കോൺഫിഡൻസിലാണ് സംസാരിക്കുന്നത്, ഭയങ്കര കോൺഫിഡൻസ് ആണ് അവർക്ക് എല്ലാവർക്കും, അവൻ എത്രത്തോളം സക്സസ്ഫുൾ ആണ്, അവന് കരിയറൊക്കെ വളരെ സെറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ മറക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മൾ മറ്റൊരാളുടെ ജീവിതം മുഴുവനുമായിട്ട് കാണുന്നില്ല. നമ്മൾ നമ്മളുടെ ജീവിതമാണ് മുഴുവനായിട്ട് മനസ്സിലാക്കുന്നത്. നമ്മളുടെ മിസ്റ്റേക്ക്, നമ്മളുടെ ആം, ഫെയിലിയേഴ്സ്, നമ്മളുടെ ഇൻസെക്യൂരിറ്റീസ്, നമ്മളുടെ ഫിയർ, അങ്ങനെ കമ്പയർ ചെയ്താൽ കോൺഫിഡൻസ് കുറയുന്നത് സ്വാഭാവികമാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതെ നമ്മൾ ഇന്നലെ എങ്ങനെയായിരുന്നു അതുമായിട്ട് ഇന്ന് നമ്മൾ കമ്പയർ ചെയ്യുക എന്നുള്ളതാണ്. ഇനി കോൺഫിഡൻസ് വളർത്താൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഞാനൊരു 3 കാര്യങ്ങൾ പറയാം. അതിലൊന്നാമത്തേത് നമ്മൾ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുക എന്നുള്ളതാണ്. ആദ്യം മിററിന്റെ മുന്നിൽ പോയി നിന്നിട്ട് സംസാരിക്കുക. പിന്നെ ഫോണിൽ ചെറുതായിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം പിന്നെ നമ്മൾ ഒരു ഫ്രണ്ടിനോട് സംസാരിക്കുക. പിന്നെ ഗ്രൂപ്പിൽ സംസാരിക്കുക. അങ്ങനെ ഗ്രാജ്വലി കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒരു മസിൽ പോലെയാണ്. അത് യൂസ് ചെയ്യുമ്പം അത് വളരും എന്നുള്ളതാണ്. ഇനി രണ്ടാമതെന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ ഇന്നർ ഡയലോഗ് ശ്രദ്ധിക്കുക. എനിക്ക് കഴിയില്ല, എനിക്ക് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല, ഞാൻ പറയുമ്പോൾ തെറ്റിപ്പോവും, മറ്റുള്ളവരെന്ത് ജഡ്ജ് ചെയ്യും, ഇങ്ങനെയുള്ള നെഗറ്റീവ് കാര്യങ്ങൾ പറയാതെ
പോസിറ്റീവ് കാര്യങ്ങൾ ചിന്തിക്കുക. എന്ന് വെച്ച് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്, എനിക്ക് നന്നായിട്ട് സംസാരിക്കാൻ കഴിയും എന്ന് പറയണം എന്നല്ല. നമ്മൾ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലാംഗ്വേജിൽ നമ്മളെ ഇന്നറായിട്ട് നമ്മൾ സംസാരിക്കുക. ഇന്നർ ഡയലോഗ് പറയാന്നുള്ളതാണ്. എനിക്കിപ്പം കോൺഫിഡൻസ് കുറവാണ്. എന്നാലും ഞാൻ പ്രാക്ടീസ് ചെയ്താൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള ആ രീതിയിലാണ് നമ്മൾ സംസാരിക്കേണ്ടത്. മൂന്നാമത് നിങ്ങളുടെ ചെറിയ വിജയങ്ങൾ ശ്രദ്ധിക്കുക. അതിൽ തന്നെ അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മളെ ഫെയിലിയർ പെട്ടെന്ന് ഏഹ്, ഓർക്കും. ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് നമ്മൾ മറക്കും. അപ്പൊ അങ്ങനെ ചെയ്യാതെ നമ്മളെ ചെറിയ ചെറിയ അച്ചീവ്മെന്റ്സ് വളരെ കാര്യമായിട്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം. നമുക്കിന്ന് സംസാരിക്കാൻ കഴിഞ്ഞോ? കഴിഞ്ഞു. അതുപോലെ തന്നെ നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത് നമുക്ക് യൂസ് ചെയ്യാൻ കഴിഞ്ഞോ? അതൊരു അച്ചീവ്മെന്റ് ആണ്. അതുപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ മീറ്റിംഗിൽ ഒരു ഒപ്പീനിയൻ പറയാൻ സാധിച്ചോ? കഴിഞ്ഞു. എങ്കിൽ അതും അച്ചീവ്മെന്റ് ആണ്. കോൺഫിഡൻസ് വളരുന്നത് വലിയ വലിയ അച്ചീവ്മെന്റ്സിൽ നിന്ന് മാത്രമല്ല, ചെറിയ ചെറിയ എവിഡൻസിൽ നിന്നും കൂടെയാണ്. അതെ, എനിക്കിത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു എവിഡൻസ് ബ്രെയിനിന് കൊടുക്കുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ കോൺഫിഡൻസ് കൂടുന്നത്. പക്ഷേ ഇവിടെ ഒരു കാര്യം കൂടി പറയണം. കോൺഫിഡൻസ് എന്ന പേരിൽ നമ്മളുടെ എല്ലാ വീക്ക്നെസ്സും ഇഗ്നോർ ചെയ്യേണ്ട കാര്യമല്ല. നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട ഏരിയാസ് ഉണ്ടാവും. കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. നോളജ് ഇമ്പ്രൂവ് ചെയ്യേണ്ടി വരും. കുറെ പ്രാക്ടീസ് ചെയ്യേണ്ടി വരും. ബോഡി ലാംഗ്വേജ് പഠിക്കേണ്ടി വരും. ഇതൊന്നും ഒരു വീക്ക്നെസ് അല്ല. ഇതെല്ലാം നമ്മുടെ ഗ്രോത്ത് ആയിട്ട് നമ്മൾ കണക്കാക്കണം. എനിക്കെല്ലാം അറിയാം എന്നുള്ളത് കോൺഫിഡൻസ് അല്ല. പക്ഷേ എനിക്കെല്ലാം അറിയില്ല. പക്ഷേ എനിക്ക് പ്രാക്ടീസ് ചെയ്യാനും പഠിക്കാനും ശ്രമിക്കാൻ കഴിയും എന്നുള്ളത് ഒരു ഹെൽത്തി കോൺഫിഡൻസ് ആണ്. അപ്പോൾ അടുത്ത തവണ നിങ്ങൾ സ്വയം പറയാൻ പോകുന്നത് എനിക്ക് കോൺഫിഡൻസ് ഇല്ല. അതോ എന്നെക്കുറിച്ച് ഞാൻ വർഷങ്ങളായി വിശ്വസിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു പഴയ സ്റ്റോറിയാണോ? ഒരുപക്ഷെ നിങ്ങൾക്ക് വേണ്ടത് ഒരു പുതിയ പേഴ്സണാലിറ്റി അല്ല. നിങ്ങളുടെ ആ ഒരു സെൽഫ് ബിലീഫ് ഒന്ന് ചാലഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ പെർഫെക്റ്റ് ആവേണ്ടതില്ല. നിങ്ങൾ എല്ലാവരെയും ഇംപ്രസ് ചെയ്യേണ്ടതില്ല. നിങ്ങൾ മറ്റൊരാളെ പോലെ ആവേണ്ടതില്ല. നിങ്ങളുടെ സ്വന്തം വേർഷനെ കുറച്ചും കൂടി വിശ്വസിച്ചാൽ മതി. അവിടെ നിന്നാണ് മാറ്റം തുടങ്ങേണ്ടത്. ഞാൻ ഫരീദ സലാം. സൈക്കോളജി, കോൺഫിഡൻസ്, കമ്മ്യൂണിക്കേഷൻ, ലൈഫ് എന്നിവയെക്കുറിച്ചുള്ള ഇത്തരത്തിലുള്ള കോൺവെർസേഷനാണ് ഈ ഒരു ചാനലിലൂടെ ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഇത് നിങ്ങൾക്ക് റിലേറ്റബിൾ ആണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കാരണം നമ്മുടെ അടുത്ത കോൺവെർസേഷൻ ഒരുപക്ഷെ നിങ്ങളെക്കുറിച്ചായിരിക്കാം. See you in the next video. Thank you.